കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ടാണോ നിങ്ങൾ കള്ളു കുടിക്കണത്? ഇത് നമ്മുടെ മലയാളികൾക്ക് പറ്റിയ പരിപാടിയാണോ? അത് കാരണം കുട്ടികളൊക്കെ കള്ളു കുടിക്കില്ലേ എന്ന് ചോദിക്കണ പാരൻസിനും കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ന്യൂസിലാൻഡിലെ അച്ഛനമ്മമാർക്ക് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കള്ളു കൊടുക്കാം എന്നുള്ളൊരു നിയമമുണ്ട്. ഇന്ന് ആ നിയമവും ശാസ്ത്രം പറയുന്ന ഞാൻ എന്തിന് കള്ളു വിൽക്കുന്നു എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അതിനുള്ള മറുപടി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാം. റെഡി കുട്ടികളുടെ മദ്യപാനത്തിൻ്റെ അവിടേക്ക് എത്തുന്നതിനേക്കാളും മുന്നേ ഞാൻ എന്തുകൊണ്ട് മദ്യം തുടങ്ങി എന്നുള്ളത് നമുക്ക് തുടങ്ങാം. ശാസ്ത്രം, ഹെൽത്ത് ഇതൊക്കെയായിരുന്നു ഇവൻ പറയണേ. ഇപ്പോൾ അവൻ കള്ള് കച്ചവടം തുടങ്ങി എന്ന് നമ്മുടെ ചാനലിൻ്റെ അടിയിലും ഇൻസ്റ്റഗ്രാമിൻ്റെ വീഡിയോസിൻ്റെ അടിയിലും മറ്റ് പല ചാനലുകളുടെ അടിയിലും ഇപ്പോൾ കള്ള് തുടങ്ങി എന്നുള്ള രീതിയിൽ ഒരുപാട് കമൻറ്റുകൾ ഞാൻ വായിച്ചതുണ്ട്, എനിക്ക് അയച്ചു തന്നതുണ്ട്, പിന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ അടിയിൽ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഇതിന് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. 2018 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങുന്നത്. 2018 ലാസ്റ്റ്, കാരണം ഈ വീട് മേടിച്ചിട്ടാണ്. ഇപ്പോൾ എനിക്ക് നല്ല ഓർമ്മ, 3 മാസം കഴിഞ്ഞിട്ട് ഓഗസ്റ്റിലാണ് ഞാൻ ഈ വീട് മേടിച്ചത്. അപ്പോൾ ഒരു നവംബർ, ഡിസംബർ അല്ലെങ്കിൽ ഒരു 2019 ബിഗിനിങ് ആയിരിക്കണം. അപ്പോൾ ഓൾമോസ്റ്റ് 7 വർഷമായി ചാനൽ തുടങ്ങിയിട്ട്. ഇന്ന് സോഷ്യൽ മീഡിയ നിൽക്കുന്ന പോലെയല്ല അന്ന് നിന്നിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്നിപ്പോൾ ഒരുപാട് ഡെവലപ്പായിട്ടുണ്ട്. അന്നത്തെ ഒരു സിനാരിയോ പറഞ്ഞിട്ട് ഇവിടേക്ക് എത്താം. 2018 അല്ലെങ്കിൽ 2019 ഞാൻ ചാനൽ തുടങ്ങുന്ന സമയത്ത് അന്ന് ഒരു പക്ഷേ മലയാളത്തിലെ ഒരു ഫാമിലി യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ട് കുടുംബത്തോർക്കനെ മദ്യപിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുള്ള ഒരാൾ ഞാനായിരിക്കും. അന്ന് പുകിലുണ്ടായിട്ടുണ്ട്. നിങ്ങൾ വീഡിയോൻ്റെ അടിയിൽ മറ്റേ വാണിംഗ്, യൂട്യൂബിന് അങ്ങനെ നിയമമൊന്നുമില്ല, വാണിംഗ് എഴുതേണ്ട കാര്യമൊന്നുമില്ല. ഈ റീജിയണൽ ബേസ്ഡ് ആയിട്ടുണ്ടായിരിക്കും. അന്ന് എനിക്കത് ഇടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്നൊരു സംശയം കാരണം ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാനന്ന് ഇടാറില്ല. ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാം സോഷ്യൽ മീഡിയയിൽ മൊത്തം ഈ സാധനമുണ്ട്. എനിക്ക് അവകാശവാദം ഇല്ല കേട്ടോ, ഞാൻ മാത്രമാണ് അങ്ങനെ ഒരു വീഡിയോ കാണിച്ചിട്ടുള്ളത് എന്നുള്ളത്. അല്ലെങ്കിൽ അന്ന് അത്തരം സംഭവങ്ങൾ കാണിച്ചതിൽ വളരെ കുറവ് ആളുകളിൽ ഒരാൾ ഒരു പക്ഷേ ഞാനായിരിക്കും. അന്ന് മദ്യം അതിൽ കാണിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം. നമ്മൾ പലപ്പോഴും ഒരു ഹോം ബേസ്ഡ് ആയിട്ടുള്ള കണ്ടൻറ്റാണ് അന്നും ചെയ്തിട്ടുള്ളത്, ഇന്നും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെള്ളടി ഉള്ള സമയത്ത് നമ്മൾ വെള്ളടി കാണിക്കും. കാരണം വെള്ളടി എന്ന് പറയുന്നത് ലീഗലായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ ഭയന്ന് സമീപിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ഇരുന്നിട്ട് വെള്ളമടിക്കുന്ന വീഡിയോ അന്നും ഇട്ടിട്ടുണ്ട്, ഇന്നും ഇടാറുണ്ട്. അതിൻ്റെ അർത്ഥം 2018 ഞാനൊരു ചാനൽ തുടങ്ങിയപ്പോൾ 2026 ഞാനൊരു റമ്മിൻ്റെ ബിസിനസ് തുടങ്ങുമെന്ന് അത്രയൊക്കെ ദീർഘവീക്ഷണം ഉണ്ടെച്ചെങ്കിൽ ഞാനിന്ന് നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, അംബാനീനെയൊക്കെ വെട്ടിച്ചിട്ട്. ഇത് ആ ഫ്ലോയിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നു നിന്നതാണ്. അതായത് ഇന്ന് ചാനൽ തുടങ്ങി കള്ള് കച്ചവടം തുടങ്ങിയപ്പോൾ ചാനലിൽ മദ്യം ഇട്ടിട്ടുള്ള ഒരാളല്ല. 2018 മുതൽ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് 2026 വന്ന് നിൽക്കുമ്പോൾ വരെ കാണാം. തുടർന്ന് നമ്മുടെ വീഡിയോയിൽ മദ്യം കാട്ടിയിട്ടുണ്ട്. എന്താണ് കാരണം? ഞാനൊരു ഫുഡ് ആൻഡ് ബെവറേജ് പഠിച്ച ഒരാളാണ്. ഞാൻ ഒരുപാട് കാലം ഷെഫിങ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഫുഡ് അതുപോലെ തന്നെ മദ്യമൊക്കെ കാണുമ്പോൾ എന്താ പറയുക, നമ്മളൊരു ടെക്നിക്കൽ സ്കിൽ, കുക്ക് ചെയ്യുന്നതിൻ്റെ ടെക്നിക്കൽ സ്കിൽ, മദ്യം ഉണ്ടാക്കുന്നതിൻ്റെ ടെക്നിക്കൽ സ്കില്ല്, ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ ഒരു ഭാഗമായി മാറണമെന്ന് ആഗ്രഹിക്കുകയും ഇപ്പോൾ അതിനൊരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞപ്പോൾ ആ മദ്യം നമുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവുകയാണ് ചെയ്തത്. സ്വാഭാവികമാണ്. ഞാനുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് മദ്യം എന്ന് പറയുന്നതും ഭക്ഷണം എന്ന് പറയുന്നതും. ഭക്ഷണത്തിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ്സായിട്ട് ചെയ്യാനും പഠിക്കാൻ, ഒരു ഫുഡ് ഉണ്ടാക്കുന്നതിനേക്കാളും ഏതാണ്ട് ഒരു 10,000 ഇരട്ടി സ്കില്ല് വേണം ഒരു മദ്യം ഉണ്ടാക്കണമെങ്കിൽ. നിങ്ങൾക്കല്ല, അതുകൊണ്ടാണ് എല്ലാവർക്കും പോയിട്ട് പെട്ടെന്നൊന്നും ഒരു മദ്യം ഉണ്ടാക്കിയിട്ട് ഈ പറഞ്ഞ അവിടേക്ക് എത്താനൊന്നും പറ്റില്ല. എനിക്കും പറ്റില്ല. എന്താണ് കാരണം? ഇപ്പോൾ നമ്മൾ എക്സാമ്പിളിൽ നമ്മുടെ നാട്ടിലെ ഈ കരിമ്പ്, ഈ മാതിരി പഞ്ചസാര ഉണ്ടാക്കുന്ന കരിമ്പ് മുഴുവൻ മാറ്റിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ന്യൂട്രൽ സ്പിരിറ്റ് ഉണ്ടാക്കിയിട്ട് കുറച്ച് കളറും മറ്റുള്ള ഫ്ലേവറും ആഡ് ചെയ്തിട്ട് 100 രൂപ ബോട്ടിലാക്കിയിട്ട് വിൽക്കണ കഥനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയണത് പ്രീമിയം ലെവൽ ഏജ്ഡ് ആയിട്ടുള്ള പല ആൽക്കഹോളുകളും, വിസ്കി, ബ്രാൻഡി, റം അടക്കം വരുന്ന ആ കാറ്റഗറിയിൽ നിൽക്കുന്ന ഒരു മദ്യം ഉണ്ടാക്കിയിട്ട് ആ മദ്യത്തിനെ ഒരു ഓഡിയൻസിൻ്റെ അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ മുന്നിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെയധികം നോളജുള്ള ഒരു സംഭവമാണ്. അതിൻ്റെ ആ സമുദ്രത്തിൻ്റെ ഏറ്റവും ബിഗിനിങ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയതും. ആ ബിസിനസ് ഞാൻ ചെയ്യുകയാണ് എങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് 2 രൂപ കിട്ടുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ തന്നെയാണ് റമ്മ് തുടങ്ങിയത്. അല്ലാണ്ട് നാട്ടുകാരെ നന്നാക്കാനോ അല്ല, നാട്ടുകാരെ ശിക്ഷിക്കുവാനോ അല്ല. ഇപ്പം ഞാൻ കള്ളു തുടങ്ങിയെന്ന് വിചാരിച്ചിട്ട് നാളെ തൊട്ടിട്ട് എല്ലാവരും പോയിട്ട് റമ്മ് മേടിച്ചടിക്കുമോ? ഇല്ല. റമ്മ് മേടിച്ചടിക്കണോൻ ഒരു പക്ഷേ എൻ്റെ റമ്മും കൂടെ ട്രൈ ചെയ്യാം, അത്രയേ ഉള്ളൂ. നല്ലതാണെങ്കിൽ ഒരു പക്ഷേ അഫോർഡബിളാണ്, അവർ ഉദ്ദേശിച്ച സാധനത്തിൽ ഉണ്ടെച്ചെങ്കിൽ ചിലപ്പോൾ അവർ മേടിച്ച് കഴിക്കും, ചിലപ്പോൾ അവർ മേടിച്ച് കഴിക്കില്ല.
ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഈ കള്ള എങ്ങനെയാണ് ഏജ് ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ബാർബൺ വിസ്കി, സ്കോച്ച് വിസ്കി, അതുപോലെയൊക്കെ കിസ്കി, റമ്മിലും ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കണം. എങ്ങനെയാണ് ഫ്ലേവർ പ്രൊഫൈൽ ബൈ ഏജിങ്ങിലൂടെ, അതായത് പലതരത്തിലുള്ള ഓക്ക് കാസ്കുകളിലൂടെ നമ്മൾ ഏജ് ചെയ്യണ സമയത്ത് വാട്ട് ഏജിങ് ഡൂയിങ് ടു എൻ ആൽക്കഹോൾ, ഷാർപ്പായിട്ടുള്ള ആൽക്കഹോളിൻ്റെ എഡ്ജസ് എങ്ങനെയാണ് സ്മൂത്തൺ ചെയ്യുന്നത് ഏജിങ്ങിലൂടെ, എങ്ങനെയാണ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഓക്ക് ബാരൽസ് ആൽക്കഹോളിൻ്റെ ഫ്ലേവർ പ്രൊഫൈൽ മാറ്റുന്നത്, റീജിയൺ, അതായത് ഡിഫറെൻറ്റ് ഐലൻഡുകളിൽ നിന്നും കിട്ടുന്ന ആൽക്കഹോളിന് എങ്ങനെയാണ് അതിൻ്റെ വാട്ടർ ക്വാളിറ്റി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ഒരുപാട് പഠിക്കാനുള്ളൊരു ഏരിയ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആൽക്കഹോൾ എടുത്ത് കൊണ്ടുവന്നത്. ഇറ്റ്സ് എ ബിഗ് സംതിങ്. എല്ലാവർക്കും ഒരു സബ്ജക്റ്റ് അല്ലല്ലോ ഇഷ്ടം. നമുക്ക് ഇഷ്ടമുള്ളൊരു ഏരിയ വൈഡ്ലി, അത് മാത്രമല്ല വേൾഡ് വൈഡ് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളതിൽ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവുകയാണെന്ന് വെച്ചെങ്കിൽ ഉള്ളത് എന്നുകൊണ്ട് ചെയ്തു എന്ന് മാത്രം. നമുക്കിഷ്ടമുള്ളതല്ലേ നമ്മൾ ചെയ്യാം. അപ്പോൾ അത് പ്രൊമോഷനൊക്കെ ചെയ്യും. പിന്നെ എല്ലാവരുടെ പ്രൊമോഷൻ ചെയ്തിരിക്കും. ഒരു ആൾക്കാർ ഇത് മേടിക്കട്ടെ, എങ്ങനെ ആൾക്കാരെ അറിയാം. അപ്പോൾ ഇന്നലെ വരെ നമ്മുടെ ചാനലിൽ ആൽക്കഹോൾ കാട്ടിയിട്ടുള്ളത് ആൽക്കഹോൾ പ്രൊമോഷൻ ചെയ്യാനല്ല. നാളെ നമ്മുടെ ചാനലിൽ ആൽക്കഹോൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് പ്രമോഷനും കൂടി വേണ്ടിയാണ്. പിന്നെ ഞാൻ ഈ സാധനം ഉണ്ടാക്കിയിട്ട് ഞാൻ എവിടെയെങ്കിലും കാണിക്കണ്ടേ? പ്രൊമോഷൻ എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾ നാട്ടുകാർ മുഴുവൻ കള്ള് മേടിച്ച് കുടിക്കാൻ വേണ്ടിയിട്ടല്ല. എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അത് ഇപ്പോൾ നിങ്ങൾ അവിടെ കൂടിയൊക്കെ എൻ്റെ ചാനലിൽ കാണാം. അത് നിങ്ങൾ മേടിച്ചടിക്കുന്നതിലൂടെ എനിക്ക് 2 റുപ്യ കിട്ടും. അങ്ങനെ എൻ്റെ കുടുംബവും ഇതിനോടനുബന്ധിച്ച് ജോലി ചെയ്യുന്ന ആളുകളും രക്ഷപ്പെടും. അല്ലെങ്കിൽ അവർക്കൊരു ജീവിതമാർഗ്ഗമാവും. അത് അവർക്ക് ജീവിതമാർഗ്ഗം ആവണമെന്ന് വിചാരിച്ചിട്ട് ബിസിനസ് തുടങ്ങിയ ആളല്ല, പക്ഷെ അങ്ങനെ തന്നെയാണ് സംഭവിക്കുക, അല്ലേ? അതുകൊണ്ടാണ് ഈ കള്ള് ആക്ച്വലി ഞാൻ പ്ലേസ് ചെയ്ത് പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരാൾ കള്ളിനെ കുറിച്ച് പറയുന്നുണ്ട് വെച്ചെങ്കിൽ കള്ള് കുടിച്ചാൽ ഒരു കുഴപ്പമില്ല എന്ന് ഞാൻ പറയണം. ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് വർക്ക് ചെയ്യണമെന്ന് ആലോചിക്കുക. നിങ്ങൾ ഹെൽത്തിന് എത്ര പൈസ ചിലവാക്കുന്നുണ്ട്, എത്ര ആശുപത്രികൾ തുടങ്ങുന്നു, ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട്. ഹെൽത്തിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഗവൺമെൻറ്റിനല്ലേ ഏറ്റവും കൂടുതൽ കള്ള് വിൽക്കുന്നത്. സ്പെഷ്യലി ഇൻ ഇന്ത്യ, സ്പെഷ്യലി ഇൻ കേരള, ഗവൺമെൻറ് അല്ലേ ഫുള്ള് കള്ള് വിൽക്കുന്നത്. അതെന്ത് ന്യായമാണത്? അങ്ങനെയാണെങ്കിൽ അവർ വിൽക്കാനേ പാടില്ല. സോ ഹൗ ആൽക്കഹോൾ കോൺട്രിബ്യൂട്ട്സ് ടുവേർഡ്സ് ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മളത് കാണാറില്ല. അത് ഞാൻ കുട്ടികളുടെ ഭാഗത്തിലേക്ക് എത്തുമ്പോൾ ഞാനത് പറയാം. എനിക്ക് അന്നൊന്നും, ഞാൻ ഇവിടെ ഫാമിലിയിലൊപ്പം മദ്യപിക്കുന്നത് കൃത്യമായിട്ട് കാണിക്കുന്ന ഒരാളാണ്. വളരെ എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ, ഇവിടെ ഞാൻ സാധാരണ രീതിയിൽ ഞങ്ങൾ ഒന്നെങ്കിൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ഒരു ദിവസം മദ്യപിക്കുക. മദ്യത്തിന് ഒരു സാഹചര്യത്തിലും ഒരു സമയത്തും ഒരു പ്രയോറിറ്റി ഇല്ല എന്ന് മാത്രമല്ല യാതൊരു ഗുണവും മദ്യത്തിനെ കൊണ്ട് ഹെൽത്ത് വൈസ് ഇല്ല. ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിന് ഇന്നത്തെ ഒരു നൂതന സമൂഹം മാന്യമായിട്ട് മദ്യപിക്കുന്ന ജനസമൂഹമുണ്ട്, മദ്യപിക്കുന്നുണ്ട്. അത് ലീഗലായിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ എക്സ്ട്രീമായിട്ട് അലമ്പുണ്ടാക്കുന്ന ഒരു സമൂഹം ഉണ്ടായിരിക്കുന്നതാണെങ്കിൽ നമ്മൾ അങ്ങനെയല്ല, ഇന്ന് അങ്ങനെയല്ല, നാളെ എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുന്ന സമയത്ത് ഇത് മദ്യം കുടിച്ചിട്ട് നിങ്ങളുടെ കുട്ടികളോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഇത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റോപ്പ് വാച്ചിങ് മീ ആൻഡ് സ്റ്റോപ്പ് ബൈയിങ് അവർ പ്രോഡക്റ്റ് ഇഫ് യു സീ ഇൻ നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലും വെച്ചിട്ട് കാണുകയെന്ന് വെച്ചെങ്കിൽ. അല്ലാണ്ട് കള്ള് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ വരെ കള്ള് ചെയ്യാത്ത ഒരാൾ ഇന്ന് കള്ള് ചെയ്തിട്ടുള്ളതല്ല. നിങ്ങൾ ഈ കള്ള് മേടിച്ച് കുടിക്കും വേണ്ട, മനസ്സിലായില്ലേ? ദിസ് ഈസ് എ പ്യുവർ ക്രാഫ്റ്റ്മാൻഷിപ്പാണ്. ഞാനിതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള സാധനമാണ് ഏജ് ചെയ്ത റമ്മ് അല്ലെങ്കിൽ ഏജ് ചെയ്ത വിസ്കി നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അത്രയും നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയൊരു സാധനം റമ്മായതുകൊണ്ടും ഞാൻ കുടിക്കുന്നത് റമ്മായതുകൊണ്ടും നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ കുടിക്കുന്നത് റമ്മായതുകൊണ്ടും ഒരാൾക്ക് റമ്മിൽ ഇൻട്രസ്റ്റ് ഉണ്ടായി. ഇപ്പോൾ ഒരാൾക്ക് കാറിലായിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുക. എനിക്ക് റമ്മിലാണ് ഇൻട്രസ്റ്റ്. ആ കാറ് ഒരാൾ പോസ്റ്റ് ചെയ്യില്ലേ? അതേപോലെ നമ്മുടെ റമ്മ് ഇത് വെച്ചിട്ട് നാളോട്ട് പോയി എല്ലാ ദിവസവും ഇവിടെ റമ്മ് ഇട്ട് കാണിക്കുക കഴിഞ്ഞാൽ ഞാൻ അതിപ്പോൾ ഈ റമ്മ ഇറങ്ങിയപ്പോൾ എൻ്റെ ശേഷമാണെങ്കിലും ഞാൻ അവിടെ അടിക്കുന്ന റമ്മിൻ്റെ എല്ലാ കുപ്പിയും ഞാൻ വീട്ടിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇത് മാത്രമേ കാട്ടി. എനിക്ക് അങ്ങനെയൊന്നുമില്ല. നിങ്ങളിത് നാളോട്ട് മേടിച്ച് കുടിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. നിങ്ങൾ മേടിച്ച് കുടിച്ചാൽ നന്നായിക്ക് 2 റുപ്യ കിട്ടും. ഓക്കെ, അല്ലാണ്ട് ഇന്നലെ വരെ കള്ള് കാണിക്കാതെ ഇന്ന് കള്ള് കാണിച്ചിട്ടില്ല. ഇന്നലെ വരെ ശാസ്ത്രത്തിൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും ഞാൻ പറയുന്നു മദ്യം കുടിക്കുന്നത് ഒരു കണക്കിനും ഒരു ശകലം പോലും നല്ലതല്ല, ആരോഗ്യത്തിന് നല്ലതല്ല. നിങ്ങൾ കമ്മ്യൂണിറ്റി കുടിച്ചോളെ, ഞാനും കുടിക്കുന്നവർ കുടിച്ചോളെ, കുടിക്കാത്തവർ കുടിക്കണ്ട. ഇത് കണ്ടിട്ടൊക്കെ അങ്ങനെയൊക്കെ നാട്ടുകാരനെയൊക്കെ കണ്ടിട്ടൊക്കെ തന്നെ ലോകം ഇൻഫ്ലുവൻസ് ആവണ്. കുറച്ച് ബുദ്ധിയും കൂടി ഉണ്ടാക്കി വയ്ക്കുക, അത്രയും എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. നൗ കംസ് ടു കിഡ്സ്. കുട്ടികൾക്ക് ന്യൂസിലാൻഡിൽ മദ്യം കൊടുക്കാം. നിങ്ങൾക്കറിയാത് ന്യൂസിലാൻഡിൽ മാത്രമല്ല, ഓസ്ട്രേലിയയിൽ, ബെൽജിയം, ഓസ്ട്രിയ, ഇംഗ്ലണ്ട്, ജർമ്മനി,
ഇത്തരത്തിലുള്ള ഒരുപാട് രാജ്യങ്ങളിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിക്ക് അവരുടെ ലീഗൽ ഗാർഡിയനോ അല്ലെങ്കിൽ അച്ഛനും അമ്മയും അവിടെ ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു ലീഗൽ ഗാർഡിയനെ 18 വയസ്സിന് താഴെയുള്ള ഏത് ഏജ് ഗ്രൂപ്പിലെ കുട്ടിക്കും മദ്യം കൊടുക്കാം. ഒരു പ്രശ്നവുമില്ല. അതായത് എനിക്ക് ഇപ്പോൾ ഇവിടെ പ്രിങ്ങു നിൽക്കുന്നുണ്ട് വെച്ചെങ്കിൽ പ്രിങ്ങുവിന് ഒരു ഗ്ലാസ് വൈനോ അല്ലെങ്കിൽ അരപ്പെഗോ എടുത്ത് കൊടുത്തിട്ട് പ്രിങ്ങു നിങ്ങൾക്ക് കുടിക്കണമെന്ന് വെച്ചെങ്കിൽ നീ കുടിച്ചോ. പ്രിങ്ങു അത് കുടിച്ചാൽ എന്നെ വന്നിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയോ കോടതിയിൽ കൊണ്ടുപോവുകയോ ചെയ്യില്ല. അറിയാം നിങ്ങൾക്ക് ബാറിൽ പോയാൽ ഈ കള്ളു കൊടുക്കാം. ബാറുകാരനെ സെർവ് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ഞാൻ പറയാണ് ബാറുകാരൻ്റെ അടുത്തത് ഒരു കുപ്പികൾ കൊണ്ടുവന്ന് വെച്ചാൽ എനിക്ക് കുട്ടിക്കൊരു സ്മോൾ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൊടുക്കാൻ ബാറുകാരന് പോലും ഒന്നും പറയാൻ പറ്റില്ല. അതാണ് നിയമം. അതിൻ്റെ അർത്ഥം നിങ്ങളാരും നാളെ കുട്ടിക്ക് കള്ളു കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഞാൻ പോയിട്ട് കള്ളു കൊടുക്കുമോ എന്നുള്ളതല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു നിയമമുണ്ട്. അത് വെച്ചിട്ട് ന്യൂസിലാൻഡിലെ ഒട്ടുമിക്ക ജനസമൂഹവും കുട്ടികൾക്ക് മദ്യം കൊടുക്കണമൊന്നുമില്ല. എന്നാൽ കുട്ടികൾക്ക് മദ്യം കൊടുക്കുന്ന ആളുകളും ന്യൂസിലാൻഡിലുണ്ട്. സിഗരറ്റ് മേടിച്ച്, അതായത് കിട്ടിയ പൈസയ്ക്ക് ചോറ് പോലും മേടിച്ചു കൊടുക്കാണ്ട് ഇവർക്ക് മദ്യം മേടിച്ചു കൊടുക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ജനസമൂഹം കൂടിയുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് കള്ള് കൊടുക്കാം. കള്ളിനെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. കള്ള് നിങ്ങൾക്ക് കൊടുക്കാം. ഈ കള്ള് കുടിച്ചിട്ട് കുട്ടി ടോക്സിസിറ്റി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ അല്ലെങ്കിൽ പബ്ലിക്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയോ ചെയ്താൽ നമ്മളതിനെ പോലീസിന് പിടിക്കാനും 10,000-2,000 രൂപ വരെ ഫൈൻ തരാനും ജയിലിലിടാനും വകുപ്പുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു കുട്ടി ഓടി വന്നുകൊണ്ട് ഐ വോണ്ട് ടു ട്രൈ ലിറ്റിൽ ബിറ്റ് ഓഫ് എ ബിയർ എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഓഫർ എ ബിയർ ആസ് ലോങ് ആസ് അത് ലീഗൽ പാരൻ്റ് ആണ് വെച്ചെങ്കിൽ യു ക്യാൻ ഗീവ്. അതിൻ്റെ ലീഗൽ സൈഡ് അതാണ്. കുട്ടികൾക്ക് മദ്യം കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് അടിക്കുന്ന കുഴപ്പമുണ്ട് വെച്ചെങ്കിൽ ന്യൂസിലാൻഡിലെ സകലമാന ബാറിലും പബ്ബിലും നിങ്ങൾക്ക് കുട്ടികളെ കൊണ്ടുപോകും. നിങ്ങൾ എത്രയോ വീഡിയോ ഞങ്ങളുടെ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. കുട്ടികൾ അച്ഛൻ്റെ അമ്മയുടെയും മുന്നിൽ വെച്ചിട്ട് മദ്യപാനം കണ്ടു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. നമ്മുടെ നാട്ടിലെ കേരളത്തിലുള്ള ഈ കുട്ടികൾ മുഴുവൻ വീട്ടിൽ കള്ളു കുടിക്കുന്ന കാരണമാണ്. കള്ളു കുടിച്ച് ആണോ? നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും കള്ളു കുടിച്ച കാരണമാണ് ഈ കുട്ടികൾ മുഴുവൻ കള്ളു കുടിച്ച് കേരളത്തിലുള്ളവർ നമ്മുടെ അച്ഛനും അമ്മയും തെറി പറഞ്ഞ കാരണമാണ് നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ കള്ളു കുടിച്ച്. ഇനി നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കള്ളു കുടിക്കണില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ കുട്ടികൾ കള്ളു കുടിക്കില്ല എന്ന് എന്തെങ്കിലും വല്ലോ ഗ്യാരണ്ടി ഉണ്ടോ നിങ്ങളുടെ അടുത്ത്? ഉണ്ടോ? ഒരു കുടുംബത്തിൽ ഒരു അച്ഛനും അമ്മയും ഇരുന്ന് കള്ളു കുടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ അവരിരുന്ന് കള്ളു കുടിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ ഒരുവിധം നല്ല കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ നല്ല കുടുംബത്തിൽപ്പെട്ട എന്ന് പറഞ്ഞ ടെർമിനോളജി ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആയിട്ട് വരണ്ട. ഒരു വീട്ടിലിരുന്ന് അടിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ഹ്യൂജ് റെസ്പെക്റ്റ് ടുവേർഡ്സ് ഫാമിലിയിലുള്ള ആൾക്കാർ മാത്രമേ വീട്ടിലിരുന്ന് അടിക്കൂ. അതിൽ പുറമേ നിന്ന് അടിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് അടി ഉണ്ടാക്കുക. വീട്ടിലടിക്കുന്ന ആൾക്കാർ ഇരുന്ന് അടിക്കുമ്പോൾ ഈ പിള്ളേർ ഇത് കാണുന്നുണ്ട് കൃത്യമായിട്ട്. എൻ്റെ അച്ഛനും അമ്മയും അവർ വൈകുന്നേരം വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞാൽ ജോലിയൊക്കെ കഴിഞ്ഞ് അവരെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ ദേ സ്പെൻഡ് ക്വാളിറ്റി ടൈം. ദേ ഹാവിങ് എ ക്വാളിറ്റി ടൈം വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ദിസ് ഈസ് ദ വേ ഹൗ വി സപ്പോസ് ടു ബിഹേവ് ഇൻ എ കമ്മ്യൂണിറ്റി ആസ് വെൽ ആസ് ഇൻ ദ ഹൗസ്. ഇത് വീട്ടിലടിക്കാൻ പറ്റാണ്ട പേടിച്ചിട്ടും പറമ്പിൻ്റെ പിന്നിലും പുളിയുടെ ബാക്കിലും പോയിട്ടും പോസ്റ്റിൻ്റെ അടിയിൽ പോയിട്ടും പിള്ളേരുടെ കൂട്ടത്തിൽ വെള്ളം അടിക്കുമ്പോൾ ഈ കണ്ണി കണ്ട തോന്നിവാസം മുഴുവൻ പഠിച്ചിട്ട് ഇവന്മാർ വീട്ടിലേക്ക് വരുന്നേ അല്ലെങ്കിൽ ഇവൾമാർ വീട്ടിലേക്ക് വരുന്നേ കുടുംബത്തെ ചെയ്യുമോ? നിങ്ങൾ ചെയ്യോ? എൻ്റെ മോളിൻ്റെ വീട്ടിലിരുന്ന് വെള്ളം അടിക്കുമ്പോൾ ചെയ്യോ? ചെയ്യില്ല. 95% ചെയ്യില്ല. 5% കൈവിട്ട് പോയ കേസുകളുണ്ടായിരിക്കും. അവൾ വരുമ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് എങ്ങനെയാണ് കള്ളു കുടിക്കണമെന്ന് അറിയാം. കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവും എങ്ങനെയാണ് കള്ളു. അങ്ങനെയാണ് അവർ സമൂഹത്തിൽ പെരുമാറുക. ഇത് കൃത്യമാക്കി മനസ്സിലാക്കിയ യൂറോപ്യൻ സമൂഹം എല്ലാം തന്നെ ഇതിന് അനുവാദം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ സംഭവത്തിന് എന്തെങ്കിലും സംഭവം ഉണ്ടോ? ഈ കുട്ടികൾ മുഴുവൻ വീടിൻ്റെ, ഞാൻ ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഈ വീടിൻ്റെ പിന്നിലും പറമ്പിലും പോയിട്ട് വെള്ളം അടിച്ചിട്ടില്ല, തിരിച്ചു വരുന്ന വീട്ടിൽ കള്ളു കുടിച്ചിട്ട് ഇവന്മാരൊക്കെ കള്ളു കുടിക്കുന്നത് ആണോ? എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ഡാറ്റ കിട്ടി? ഈ പഠനം എവിടെ നിന്നാണ് കിട്ടുന്നത്? നിങ്ങൾ കള്ളു കുടിക്കണമെങ്കിൽ വീട്ടിലിരുന്ന് കള്ളു കുടിക്കുക, കള്ളു കുടിക്കണമെങ്കിൽ കള്ളു കുടിക്കണ്ട, ഒരു പ്രശ്നവുമില്ല. ഇനി 6 കോടി ഉറുപ്പിക കൊടുത്തിട്ട് ഈ വീട് ഞാനും കൊള്ളിയും കൂടെ മേടിച്ച് എനിക്ക് കള്ളു കുടിക്കണമെന്ന് വെച്ചാൽ എൻ്റെ കുട്ടികളുടെ മുന്നിൽ വെച്ച് കുടിക്കാൻ പറ്റില്ല വെച്ചാൽ കുട്ടികളുടെ പുറത്തേക്ക് പോട്ടെ. ഇക്കിൻ്റെ വീട്ടിലിരുന്ന് കള്ളു കുടിക്കണ്ടേ? അങ്ങനെയില്ല ഒരു ന്യായോ? ഞാൻ അവിടെ പോയി കുടിക്കുക? ബാറിൽ പോയിട്ട് ടാക്സി വിളിച്ചിട്ട് ഇങ്ങോട്ട് വരണോ? അപ്പോൾ ഞാൻ കുടിച്ചിട്ടില്ലേ വീട്ടിലേക്ക് വരുന്നേ? സോ ദേ ആസ്ക്, where were you dad? You are drunk. What you were doing? How come you not drinking here? This is our home. മോസ്റ്റ് സേഫായിട്ട് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ഥലം വീടാണ്, അവൻ്റെ കുടുംബമാണ്. ആസ് ലോങ് ആസ് യു കീപ്പ് ഇറ്റ് ഇൻ ദാറ്റ് ലിമിറ്റ് ആൻഡ് യു നോ ഹൗ ടു ബിഹേവ്. ബിക്കോസ് നമ്മൾ ഏറ്റവും നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തായിരിക്കും, സ്പെഷ്യലി ഇൻ ഫ്രണ്ട് ഓഫ് അവർ കിഡ്സ്. ആൻഡ് ദേ നോ ഹൗ എക്സാക്ട്ലി അല്ലെങ്കിൽ സപ്പോസ് ടു ബി എങ്ങനെയാണെന്നുള്ളത് അവർക്ക്
കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ വീട്ടുകാർ ഇവിടെ ഇരുന്നിട്ട് അടിക്കണം. അതവർ കാണണം, അവരതൊന്ന് മനസ്സിലാക്കണം. ഇതിൽ നന്മ തിന്മ ഏതാണെന്ന് അവർക്ക് മനസ്സിലാക്കിയിട്ട് അവർ വലുതാവണം. അതിനവർ വീട്ടിലിരുന്നിട്ട് തന്നെ അടിക്കണം. ഇനി അത് നിങ്ങൾക്ക് താല്പര്യമില്ല, കുഴപ്പമൊന്നുമില്ല, അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടെ ന്യൂസിലാൻഡിൽ നിങ്ങൾ ഇവിടുത്തെ നമ്മൾക്കിപ്പോൾ ഇവിടുത്തെ ഒരു കൾച്ചറായിട്ട് നിങ്ങൾ ഈസി ആയിട്ട് പറയാം. നിങ്ങൾ എത്ര ആൾക്കാർ റോട്ടിൽ നിന്ന് അടി ഉണ്ടാക്കുന്നത് നിങ്ങളോട് കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ നാട്ടിൽ ഇതാ അവസ്ഥ. ഇപ്പോൾ നമ്പർ ഓഫ് പോപ്പുലേഷൻ കൂടുതലുണ്ടെന്ന് പറയും, എന്നാലും എന്താ കൾച്ചർ, പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലത്തേക്ക് ഞാൻ ഇപ്പോൾ പോയോ എന്നുള്ള അത്രയ്ക്കൊന്നും ഞങ്ങളില്ല. ഡെൻസിറ്റി, ഹൈ ഡെൻസിറ്റി, നമ്മുടെ കേരളത്തിനേക്കാൾ 8-10 ഇരട്ടി ഡെൻസിറ്റി ഉള്ള സ്ഥലമാണ് ഹോങ്കോങ്. ഒരു രാജ്യം മൊത്തം എടുക്കേണ്ട ചെറിയൊരു സ്ഥലമാണ്. എന്നാലും ഹൗ വെൽ ബിഹേവ്ഡ് പീപ്പിൾ ഔട്ട് ദിയർ, ദ ഡ്രിങ്കിങ് എവ്രി വൺ. ഞങ്ങൾ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഇഷ്ടംപോലെ അവിടെ അടിച്ചു, ബിഹേവിങ് വെരി ഗുഡ്, ഒരു പ്രോബ്ലം ഇല്ലല്ലോ. ഇവിടെ മാത്രം എന്താ ഇതിന് മാത്രം പ്രശ്നം? വീട്ടിൽ അച്ഛനും അമ്മയും കള്ളുപിടിച്ചാരന, ഇതൊക്കെ എവിടെയാണ് നിങ്ങൾ പറയുന്നത്? കുട്ടികളുടെ മുന്നിൽ ഇരുന്നിട്ട് അടിക്കണമെന്ന് നിർബന്ധമുള്ളൊരു ഫാമിലിയാണ് ഞങ്ങളുടെ ഫാമിലി. ഇവിടെ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ കുട്ടികൾ വരികയും കുട്ടികളത് കാണുകയും കുട്ടികൾ കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്കുകയും 10-18 വയസ്സൊക്കെ ആകുമ്പോൾ അവരും കള്ളൊക്കെ മേടിച്ച് കുടിച്ച് സുഖമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. അതിൻ്റെ വാട്ട് യു ഗോട്ട് ടു സേ സംതിങ്? അല്ല, ഗോൾഡ് പറയുന്നത് അത് വെച്ചിട്ട് 18 വയസ്സാകുമ്പോൾ അത് വെച്ചിട്ട് അവർ 18 വയസ്സാകുമ്പോൾ കള്ളു കുടിക്കൊന്നുമില്ല. അവരെയും കള്ളു കുടിക്കണമെങ്കിൽ കള്ളു കുടിച്ചോട്ടെ. കള്ളിനെ മൊത്തത്തിൽ ഭയങ്കര ഈവിളായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഭയക്കേണ്ട കാര്യമാണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഇത് ലീഗലാക്കില്ലല്ലോ, ആക്കുക. കുട്ടികൾക്കത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. ഈ കള്ള് നിർത്തിയിട്ടുള്ളൊരു കഥ നിങ്ങൾക്കറിയോ? ഇപ്പോൾ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞത്, ഈ അമേരിക്കയിലൊക്കെ കള്ള് നിർത്തിയിട്ടുണ്ട്. 1-2 തവണ കള്ള് നിർത്തിയപ്പോൾ എന്തുണ്ടായി? കള്ള് നിർത്തി കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ക്രൈമാണ് തുടങ്ങി. എങ്ങനെ ക്രൈം? കള്ള് ഇല്ലീഗലായി കഴിഞ്ഞപ്പോൾ കള്ളക്കച്ചവടം തുടങ്ങി, കള്ളിന് വില കൂടി. കണ്ണി കണ്ട കള്ള്, ഈ ഹയർനെസ്സിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള പ്രശ്നം നിങ്ങളുടെ നാട്ടിലത്തെ അറിയാം. ഇല്ലീഗലായിട്ട് ഈ സാധനം വരും. ഇതുകൊണ്ട് ഉണ്ടാവുന്ന ദുരന്തങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാൻ ഇപ്പം ചിലവാക്കണേക്കാളും കൂടുതൽ കാശാണ്. അതൊക്കെ ഒഴിവ് കിട്ടുമ്പോൾ ഇതൊക്കെ ഇരുന്ന് ആലോചിക്കുന്നത്. കള്ളങ്ങോട്ട് നിർത്തുമ്പോൾ നമ്മുടെ വീട്ടിലെ ഫുള്ള് പ്രശ്നങ്ങളുടെ സോൾവ് ആയി എന്നാണ് ആലോചിക്കുന്നത്. അതായത് ഈ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ ലങ്സ് ക്യാൻസർ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇത് എടുക്കാൻ പറ്റില്ല. കാരണം സിഗരറ്റ് വലിക്കണം ലങ് ക്യാൻസർ വരും. അതായത് ലങ് ക്യാൻസർ കേസ് കം അൺടിൽ യു ഗെറ്റ് ഇറ്റ്. കാരണം നമ്മൾ വലിക്കുമ്പോൾ ഇത് കാണുന്നില്ലേ, ഇവിടെ ഇത് വലുതായി വരുന്നത്. അതേപോലെയാണ് നമ്മുടെ വീട്ടിൽ കള്ളു കുടിക്കാത്ത കാരണം ലോകത്തിലെ സകലമായ പ്രശ്നങ്ങൾ സോൾവ് ആയി എന്ന് കരുതുന്നത് ശരിയല്ല. എന്ന് മാത്രമല്ല, കള്ള് എന്ന് പറയുന്നത് ഞങ്ങൾ നിസ്സാരമായിട്ട് ഒഴിവാക്കാൻ പറ്റിയൊരു കാര്യമാണെന്ന് കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ ന്യൂസിലാൻഡിൽ കണക്ക് പറയാം, കേരളത്തിൽ കണക്ക് പറയാം. ഫുള്ള് ശരിയെന്നായിരിക്കും, എന്നാലും അപ്രോക്സിമേറ്റ്. ന്യൂസിലാൻഡിൻ്റെ ടോട്ടൽ GDPയുടെ ഏതാണ്ട് 1% ഈ എക്സൈസ് ഡ്യൂട്ടി മാത്രം. അതായത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ ഇരിക്കുന്ന കള്ളും കുപ്പി, 1 ലിറ്റർ കള്ളും കുപ്പിയിൽ 40% ആൽക്കഹോൾ ഉണ്ട് ഇതിൽ. ഇതിൻ്റെ ഡ്യൂട്ടി മാത്രം $28 കേട്ടോ. അതായത് നിങ്ങൾ ഇനി ന്യൂസിലാൻഡിലുള്ളവർ അറിഞ്ഞോളെ, ഈ കള്ള് നിങ്ങൾ മേടിച്ച് കുടിക്കുമ്പോൾ $28 അടയ്ക്കേണ്ടത് ഇതിൻ്റെ ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി. ഇപ്പോൾ ഈ കള്ളിന് എക്സാമ്പിളിന് $80 ആണെന്ന് വെച്ചെങ്കിൽ $28 ഗവൺമെൻറ് എടുത്തു ഓൾറെഡി. ഇനി GST അടക്കം $34 ഓൾറെഡി നിങ്ങൾ ഈ കള്ളിന് കൊടുത്തിട്ടാണ് കേട്ടോ മേടിക്കുന്നത്. എൻ്റെ കള്ള് എന്നല്ല, ഏത് കള്ള് മേടിച്ചാലും ഈ കാശ് എങ്ങടെ പോയി? ഗവൺമെൻറ്റിന് കിട്ടിയ $400 ബില്യൺ ഇവിടുത്തെ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏതാണ്ട് 1% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കള്ളിലെ ഡ്യൂട്ടിയാണ്. ഇനി കള്ള് ത്രൂ ബിസിനസ് എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? വല്ല കണക്കുണ്ടോ? കള്ളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബിസിനസ് ന്യൂസിലാൻഡിൽ എന്ന് പറയുന്നത് 6 മുതൽ 24% ഇൻക്ലൂഡിങ് ടൂറിസം. ഇനി അതൊന്നും എടുക്കണ്ട. കള്ള് കച്ചവടം, കള്ള് മാനുഫാക്ചറിങ്, കള്ള് ബോട്ടിലിങ്, കള്ളിൻ്റെ ഉണ്ടാക്കൽ, ഡിസ്ട്രിബ്യൂഷൻ അടക്കമുള്ള തൊഴിലാളികളുടെ ജോലിയും കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ തന്നെയുണ്ട് ഏതാണ്ട് $7 ബില്യൺ ബിസിനസ്. നോട്ട് ഡയറക്ട്ലി, ഇൻഡയറക്ട്ലി ഓൾസോ. അത് കാണുമ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത്? നിസ്സാര കളിയാണെന്നാണ് വിചാരിച്ച്? അല്ല, ഇറ്റ് ഈസ് എ $1 ബില്യൺ ഇൻഡസ്ട്രി ആസ് വെൽ ആസ് പീപ്പിളിന് ജോലി. ഏതാണ്ട് 75,000 ആളുകളാണ് ഈ ഡയറക്റ്റ്ലി കള്ള് ഉണ്ടാക്കുന്ന പരിപാടിയായിട്ട് നിൽക്കണം ന്യൂസിലാൻഡിൽ തന്നെ. ഇനി അത് ഉപയോഗിച്ചിട്ട് ടൂറിസം സെക്ടറിലാണ് വെച്ചെങ്കിലത്തെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയൊക്കെ. എത്രയും പറഞ്ഞ് നമ്മൾ ഓൾമോസ്റ്റ് 6 മുതൽ 10-14 ബില്യൺ ഓൾ ഇൻക്ലൂഡഡ്. ന്യൂസിലാൻഡിൽ ഇപ്പോൾ ഫുൾ ക്രൈസിസാണ്, എക്കണോമിക് ക്രൈസിസ്. അത് കാരണം ന്യൂസിലാൻഡിൻ്റെ കൺസർവേഷൻ ലാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ഗോൾഡ് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാമെന്നൊരു പ്ലാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അതിനെതിരെ ഇവിടെ ഫുൾ പ്രൊട്ടസ്റ്റാണ്. ഞാൻ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. കൺട്രി നീഡ്സ് മണി. ഇവിടുത്തെ 10-15,000 പല്ല് ചത്തു പോകുന്നൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. ഐ ഡോണ്ട് കെയർ. എൻഡ് ഓഫ് ദി ഡേ ഹ്യൂമൻസ് നീഡ് ടു സർവൈവ് സം ഹൗ. യു നീഡ് സം സോർട്ട് ഓഫ് എ മണി. ദി ബെസ്റ്റ് എക്കണോമിക് പ്ലാൻ ദേ ഫൗണ്ട്, ഗോൾഡ് മൈനിങ്.
ഓക്കെ, എനിക്കറിയാം നിങ്ങൾ എഗിൻസ്റ്റൊക്കെ ആൾക്കാരുണ്ടായിരിക്കും, അതൊന്നുമല്ല, എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ടാണല്ലോ ഗവൺമെൻറ് അങ്ങനത്തെ പ്രപ്പോസൽ വെച്ചത്. ഇതിന് തന്നെ ടോട്ടൽ GDP $320 മില്യൺ കേട്ടോ. $320 മില്യൺ ഈ സംഭവത്തിൽ നിന്ന് ന്യൂസിലാൻഡ് ഗവൺമെൻറ്റിന് ഒരു വർഷം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. 320 മില്യൺ. അപ്പോൾ തന്നെ ആൽക്കഹോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് നോക്കുക. ഇനി അത് നിൽക്കട്ടെ, നമ്മുടെ കേരളത്തിലെ അവസ്ഥ എടുത്ത് നോക്കിയൊക്കെ സ്റ്റേറ്റ് ബേസ് എടുക്കാം നമുക്ക്. ഇന്ത്യയിലെ സ്റ്റേറ്റ് ബേസ് ചില സ്റ്റേറ്റിൻ്റെ, ദാറ്റ് ഇൻക്ലൂഡിങ് കേരള സ്റ്റേറ്റിൻ്റെ ആൽക്കഹോളിൻ്റെ GDP നമ്മുടെ ടോട്ടൽ GDPയുടെ ഏതാണ്ട് 8 മുതൽ 24 വരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഗവൺമെൻറ്റിന് കിട്ടുന്ന പൈസയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ കള്ള് എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് നമുക്കിങ്ങനെ നോ എന്ന് തോന്നണ്ട. ഞാൻ കള്ള് തുടങ്ങിയ കാരണം കള്ളിനെ ജസ്റ്റിഫൈ ചെയ്ത് പറഞ്ഞതുമല്ല, എനിക്ക് യാതൊരു ജസ്റ്റിഫിക്കേഷനും ഇല്ല. കള്ള് നിങ്ങൾ 2 കുപ്പി മേടിച്ച് എനിക്ക് 2 റുപ്യ കിട്ടും, അതിൽ സംശയമൊന്നുമില്ല. അതിന് വേണ്ടി ഞാൻ ഇടയ്ക്ക് അവിടെ കൂടി കുത്തി തീരുകയും ചെയ്യും, അതുള്ള കാര്യം തന്നെയാണ്. മനസ്സിലായില്ലേ? ഇതിൻ്റെ പിന്നിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനെ നല്ല രീതിയിൽ എങ്ങനെയാണ്, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു ഏരിയയാണ്. ഓക്കെ, കുട്ടികളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് നാളെയും കള്ള് കുടിക്കുക. ഈ ചാനലിൽ ഉടനീളം നിങ്ങൾക്ക് കള്ള് എവിടെയൊക്കെയാണോ ആവശ്യമായിട്ട് വരുന്നത് അവിടെയൊക്കെ നിങ്ങൾക്ക് കള്ള് കാണാം. ഇനി ഇതിൻ്റെ പ്രൊമോഷൻ വരുന്ന ഏരിയയിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കള്ള് കാണാൻ സാധിക്കും. സോ കൈൻഡ്ലി ഡോണ്ട് വാച്ച് മൈ വീഡിയോ ഇഫ് യു ആർ ഒഫൻഡഡ് വിത്ത് കള്ള്. ഈ പഞ്ചാര നോക്കുക, ഇപ്പോൾ ഇത്രയ്ക്കൊക്കെ ചോദ്യം ചോദിക്കുന്ന ആൾക്കാർ ഈ പഞ്ചാര കൊടുക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ വറീഡ് ആവണം കണ്ടിട്ടില്ല. ദ മോസ്റ്റ് ഡെഡ്ലിയസ്റ്റ് റിക്രിയേഷണൽ ഡ്രഗ് ഇൻ ദ വേൾഡ്, അല്ലെങ്കിൽ മോസ്റ്റ് പോപ്പുലർ റിക്രിയേഷണൽ ഡ്രഗ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് നോക്കിയാലൊന്നും കിട്ടില്ല. പഞ്ചാരയാണ്, അല്ലെങ്കിൽ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്, അല്ലെങ്കിൽ അൾട്രാ പ്രോസസ്ഡ് ഫുഡാണ്. ഇതിലൊക്കെ ഉള്ളത് കാർബ്സ് തന്നെയാണ്, സിമ്പിൾ ഷുഗേഴ്സാണ് നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ ഉണ്ടാവുക. ഇത് തന്നെ ഡയറക്റ്റ് ലിങ്ക് കാണാൻ പറ്റുമോ? ഇപ്പോൾ ആൽക്കഹോൾ റിലേറ്റഡ് ഡെത്ത് പെർ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എത്രയാണ്, ഓൾമോസ്റ്റ് 2 മില്യൺ, 20 ലക്ഷത്തോളം ആളുകളാണ് ആൽക്കഹോളായിട്ട് ഡയറക്റ്റ്ലി ബന്ധപ്പെട്ട് കിടക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ ഷുഗറുമായിട്ട് ബന്ധപ്പെട്ട കണക്കെടുത്ത് നോക്കി കഴിഞ്ഞാൽ 0 കാണാൻ പറ്റുള്ളൂ. പക്ഷേ പുവർ ഡയറ്റ് എടുത്ത് നോക്കിയൊക്കെ ഏതാണ്ട് 8 മില്യൺ, 80 ലക്ഷം കാണാൻ പറ്റും. കാർഡിയോവാസ്കുലർ ഇഷ്യൂസ് എടുത്ത് നോക്കിയൊക്കെ 20 മില്യൺ കാണാൻ പറ്റും. ഈ സാധനം എല്ലാം പഞ്ചാരയായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാധനമാണ്. കാണാൻ പറ്റണ്ട. 1 വയസ്സ് കഴിഞ്ഞ കുട്ടി ഒരു കടയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് കൈ എത്ര ഡിസ്റ്റൻസിലിരിക്കുന്നുണ്ടാവും ഒരു ലോലിപ്പോപ്പ്. ഈ ലോലിപ്പോപ്പ് എടുത്തിട്ട് വായിൽ വയ്ക്കുന്ന സമയത്ത് എത്ര പേരൻസ് കണ്ടിട്ട്, അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ട പ്രിങ്ങോനൊക്കെ ഇവിടെ ഒരു 3-4 കേക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് എപ്പോഴും കുട്ടി ഈ ചോക്ലേറ്റ് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കുട്ടീനെ ജഡ്ജ് ചെയ്യണത്? എന്താ ഒരു കുഴപ്പം ജഡ്ജ് ചെയ്താൽ? നിങ്ങൾ ചോദിക്കാറുണ്ട് അത്? നിങ്ങളെല്ലാവരും വളരെ സിമ്പിളായിട്ട് പറഞ്ഞ സാധനമല്ലേ. ഇതേ കുട്ടി ഒരു 40 വയസ്സിൽ നിന്നിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻ ഇഷ്യൂസ് വരുമ്പോൾ ബാക്കിലേക്ക് ചിന്തിച്ച് ചോദിക്കാനുള്ളൊരു സമയം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. നോക്കുക, ഒരു തെറ്റിന് വേറൊരു തെറ്റുകൊണ്ട് ജസ്റ്റിഫൈ ചെയ്യുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. ഇത് രണ്ടും വലിയ കമ്പാരിസണും അല്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ നമ്മൾ അത്ര വറീഡല്ല. അങ്ങനെ തന്നെ വറീഡ് ആവേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ പഞ്ചാര വിൽക്കുന്ന സമയത്ത് പഞ്ചാരയുടെ മുകളിൽ കൃത്യമായിട്ട് എഴുതണ്ടേ, പഞ്ചാര നിങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സാധനം. ഇപ്പോൾ ഒരുപാട് രാജ്യത്തൊക്കെ ടാക്സ് വന്നു തുടങ്ങി പഞ്ചാരയ്ക്ക്. ഞാൻ പറഞ്ഞത് റിഫൈൻഡ് കാർബ്സിന് ടാക്സ് വരണം. മൈദ വെക്കണമെങ്കിൽ ടാക്സ് മേടിക്കണം, എക്സ്ട്രാ ടാക്സ് ലൈക്ക് ആൽക്കഹോൾ. എന്നിട്ട് അതിന് മുകളിൽ എഴുതി വയ്ക്കണം, മൈദ നമുക്ക് അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് എന്ന് മാത്രമല്ല റിഫൈൻഡ് മൈദയാണ്, അതുകൊണ്ട് ഇങ്ങനെ പ്രശ്നമുണ്ട്. റിഫൈൻഡ് മൈദ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബ്രെഡാണ്, ഇത് അഡിക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഏതെങ്കിലും സാധനത്തിൽ എഴുതി വയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മൊറാലിറ്റി ചോദ്യം ചെയ്യുമ്പോഴോ? അപ്പോൾ അങ്ങനെ കള്ള് വൃത്തിയായിട്ടാണ് വെക്കണേ. ഈ ഇത്ര ഭംഗിയിൽ വെക്കണ ഒരു സാധനന്മാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മാതിരി എൻ്റെ മോന്തയും കുട്ടിച്ച് അതിൻ്റെ ചിത്രമൊക്കെ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ ഞാൻ എഴുതി വെക്കണേ എന്തെന്ന്, ആൽക്കഹോൾ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, പ്രഗ്നൻറ്റ് വുമണിന് ഇത് പ്രശ്നമാണ്. ഇതൊക്കെ ഇതിൻ്റെ മുകളിൽ നിങ്ങൾ പഞ്ചാര മുകളിൽ എഴുതിയിട്ടുണ്ടോ, മിഠായിരെ മുകളിൽ എഴുതിയിട്ടുണ്ടോ? എന്താ എഴുതാത്ത പ്രശ്നമല്ലേ? എന്താ എഴുതിയിട്ടുണ്ടോ? ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ കുടിച്ചാൽ മതി. മനസ്സിലായി? ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ, നോക്കി വൃത്തിക്ക് കുടിച്ചാൽ മതി. മറ്റെൻ്റെ മുകളിൽ എഴുതി ആരും പേടിക്കണില്ല അതിൻ്റെ മുകളിൽ. അഗെയിൻ അതൊരു ന്യായമല്ല, എന്നാലും പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ബ്യൂട്ടിഫുൾ. സോ ലീഗൽ സൈഡ് പറഞ്ഞു എന്നുള്ളൂ. കുട്ടികൾ കള്ള് കുടിക്കുന്നതിന് ഞാൻ കുട്ടികൾ കള്ള് കുടിക്കുന്നത് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. എൻ്റെ മക്കൾക്ക് ഞാൻ കള്ളെടുത്ത് കൊടുക്കാറുമില്ല, നിങ്ങളെടുത്ത് കൊടുക്കും വേണ്ട. ഓക്കെ, എഡ്യൂക്കേറ്റ് ദം അബൌട്ട് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ്. അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വി മേക്ക് എൻ എൻവയോൺമെൻറ്റ് ഫോർ ദം, ദാറ്റ്സ് ഇറ്റ്. അവരെങ്ങനെയാവും എന്നുള്ളതൊന്നും ഇപ്പോൾ എനിക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കുക, 28 വയസ്സിൽ ഇപ്പോൾ പ്രിങ്ങ് പോയിട്ട് ഡ്രഗ് അടിച്ച് ഞാൻ നീ ഇപ്പം എന്തിട്ടാ പറഞ്ഞതെന്ന് ചോദിക്കാം. ഇറ്റ് ക്യാൻ ബി. വി പുട്ട് ഓൺലി 20% ഫ്രം അവർ സൈഡ്. നമുക്ക് അത്രയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് 80% ഓഫ് ദിസ് കിഡ്സ് ഗ്രോൺ ഇൻ എ ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റ് ആൻഡ് അവർ വന്ന് ഫോളോ ചെയ്യണ സ്ഥലം വേറെയാണ്. അപ്പോൾ പ്രധാനമായിട്ട് പറയാനുള്ളത്, കള്ള് എന്ന് പറയുന്നത് നമ്മൾ പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുള്ളതാണ്. പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഇന്ന് നമ്മൾ ബിസിനസ് തുടങ്ങിയെന്നേ ഉള്ളൂ.
അതും ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, രണ്ടും രണ്ടാണ്. ഞാനത് ഒരിക്കലും കള്ള് ഹെൽത്തി സാധനമാണെന്ന് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. കുട്ടികളുടെ മുന്നിൽ വെച്ച് കള്ള് കൊടുക്കേണ്ടത് നമ്മൾ വീട്ടിലിരുന്നിട്ട് അടിക്കണം, വേറെ വകുപ്പൊന്നുമില്ല നമുക്ക് അടിക്കാനായിട്ട്. നമ്മുടെ കുടുംബമാണ്, നമ്മുടെ വീട്ടാണ്, ഞങ്ങൾ വീട്ടിൽ നിന്നിട്ടാണ് അടിക്കുക. നിങ്ങളാരും കുട്ടികൾക്ക് കള്ള് മേടിച്ച് കൊടുക്കും വേണ്ട. നിങ്ങൾ വീട്ടിൽ കള്ള് കുടിക്കാത്ത ആൾക്കാരാണെന്ന് വെച്ചെങ്കിൽ ഇനി കുട്ടികളെ കള്ള് കുടിക്കാൻ പഠിപ്പിക്കാനായിട്ട് നിങ്ങൾ പുതിയ കള്ള് കുടി തുടങ്ങും വേണ്ട. ഓക്കെ, ഒരു വീട്ടിൽ നേരത്ത് ബൂമ്പാങ്ങ അമ്മ കിട്ടുകയാണെങ്കിൽ ഒന്ന് മേടിച്ചടിച്ചേക്കും. ഓക്കെ, അപ്പോൾ സൂപ്പർ കുടി കട അതൊരിക്കും. ബൈ പോർണോ, ബൈ ബൈ.